എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മറൈൻ ഫോർഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ബിൽഡിങ്ങുകളെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് അതിപ്പോ പതിയെ പതിയെ പുനർനിർമ്മിക്കുകയാണ്. അപ്പൊ മറ്റൊരു ഭാഗത്ത് നേവി ഒഫീഷ്യൽസ് അവര് കൂടുതൽ കാര്യങ്ങൾ ഭയങ്കര കാര്യമായിട്ട് ചർച്ച ചെയ്യാണ്. കാരണം ലൂഫി അവൻ രണ്ടാമതും ആ നേവി ബേസിലേക്ക് വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവിടുന്ന് കടന്നു പോയത്. സോ ലൂഫിയെ അവനെ എങ്ങനെ തകർക്കാം, അവനെ എങ്ങനെ കണ്ടെത്താം, ഇതായിരിക്കും അവരിപ്പോ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫി അവൻ രണ്ടാമത്തെ തവണ ആ മറൈൻ ഫോർട്ടിലേക്ക് വന്ന് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കും. ആ നേവി ബേസിലാണെങ്കിൽ ന്യൂസ് റിപ്പോർട്ടേഴ്സ് അങ്ങനെ ഒത്തിരി പേര്. പെസ്റ്റയിലുള്ള ഒരു ലേഡി ന്യൂസ് റിപ്പോർട്ടർ അവളാണെങ്കിൽ ഇപ്പൊ നേവി ബേസിന്റെ അവസ്ഥ കണ്ട് വണ്ടർ അടിക്കും. ഉടനെ വേറൊരുത്തിന് അവളോട് പറയും, ആക്ച്വലി വലിയ വലിയ എലൈറ്റ് സോൾജിയേഴ്സും പൈററ്റ്സും തമ്മിൽ ഏറ്റുമുട്ടിയതാണ്. ഇത്രയും വലിയൊരു യുദ്ധം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമോന്നും അറിയില്ല. അത്രയും വലിയൊരു യുദ്ധം നടന്നുകൊണ്ടാണ് ഇത്രയും വലിയൊരു നാശനഷ്ടം അത് സംഭവിച്ചത്. സത്യത്തിൽ ഈ ഒരു ഐലാൻഡ് പോലും യുദ്ധത്തിൽ ബാക്കി ഉണ്ടാവില്ലായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് അവർക്ക് ഈ ഐലാൻഡ് തിരികെ കിട്ടിയത്. അവരാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് ലൂഫിയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. ഉറപ്പായാലും അവന് ഒരുപാട് നാളത്തേക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവന്റെ ബോഡിയിൽ അത്രയും വലിയ പരുക്കുകളാണ് പറ്റിയിരിക്കുന്നത്. മാത്രമല്ല ആ വൈറ്റ് ബിയർഡ് ആളാ വൺ പീസ് ട്രഷർ അത് കൺഫേം ആയിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് പൈററ്റ്സ് ഇപ്പൊ തല പൊക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത അത് വളരെ കൂടുതൽ തന്നെയാണ്. അതിനുശേഷം അവര് അക്കൈനോ, കിസറു, അവക്കിജി അവരുടെ എല്ലാവരുടെ അറ്റാക്കിനെ കുറിച്ചും പവറിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഒരു നേവി കപ്പല് ഇപ്പൊ വമ്പൻ ഹോണൊക്കെ മുഴക്കി അവിടേക്ക് വരിക. പക്ഷെ കപ്പലാണെങ്കിൽ ആ നേവി ബേസിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ചായിരിക്കും പോവുക. അത് കാണുമ്പോൾ തന്നെ അവിടെയുള്ളവർക്ക് ഡൗട്ട് തോന്നും. ട്രെയിൻ ടീംസ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ വെടിയും തീയുമായി ആ കപ്പലിൽ നിന്ന് ഒരുപാട് ബുള്ളറ്റ്സ് പുറത്തേക്ക് വരാണ്. നേവിക്കാരാണെങ്കിൽ ഇപ്പൊ ബൈനോക്കുലർ ഒക്കെ വെച്ച് കപ്പലിലേക്ക് സൂം ചെയ്ത് നോക്കും. അവരാണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കായി അങ്ങനെ ആടി നിൽക്കും. കപ്പലിലുള്ളത് മറ്റാരുമല്ല, ലൂഫിയും ജിംബയും. അതുകൊണ്ട് നേവിക്കാരും വിട്ടുകൊടുക്കില്ല. അവരും കട്ടയ്ക്ക് വെടിയും പുകയൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യാണ്. ജിംബയാണെങ്കിൽ അവിടേക്ക് വരുന്ന ബുള്ളറ്റ് എല്ലാം തന്നെ നേവി ബേസിലേക്ക് അടിച്ചു തെറിപ്പിക്കും. നേവിക്കാർക്കാണെങ്കിൽ അത് കണ്ട് വമ്പ കലി കയറും. കാരണം ജിംബൈ പഴയൊരു വാരലോടാണ്. അവൻ ലൂഫിയെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ ദേഷ്യം അതങ്ങനെ ഡബിളായി മാറും. ഇതായിരിക്കും മിലിറ്ററിക്കാര് മറ്റൊരാളെ കൂടെ നോട്ടീസ് ചെയ്യുക. അത് മറ്റാരുമല്ല, സാക്ഷാൽ റെയ്ലി ആണെങ്കിൽ ചെറിയ ചെറിയ മെറ്റൽ ബോളൊക്കെ എടുത്ത് അവിടെയുള്ള വലിയ പീരങ്കി അത് തകർത്തോണ്ടിരിക്കുകയാണ്. റെയ്ലിയെ പോലൊരു ലെജൻഡറി മാനിനെ കണ്ട് അവർ ഫ്രീസ് ആവുകയാണ്. നേവിക്കാരാണെങ്കിൽ അപ്പോഴും വിട്ടുകൊടുക്കാതെ നാനാ ഭാഗത്തു നിന്ന് കപ്പലിനെ അറ്റാക്ക് ചെയ്ത് മുഴുവനായിട്ട് തകർക്കാണ്. നേവിക്കാരാണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് കപ്പലിലേക്ക് നോക്കും. അപ്പോഴായിരിക്കും കപ്പലില് നമ്മുടെ ആൾക്കാരെ ആരെ ഇപ്പൊ കാണാനില്ല എന്നവർ മനസ്സിലാക്കുക. അവര് പേടിച്ച് ചുറ്റും നോക്കും. നമ്മുടെ ആൾക്കാർ ഓൾറെഡി ആ നേവി ബേസിൽ എത്തിക്കഴിഞ്ഞു. റെയ്ലി ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ നോക്കി എന്തോ കാണിക്കും. ഉടനെ ലൂഫി അവൻ 100-110 നേവി ബേസിലൂടെ മുൻപോട്ടേക്ക് കുതിച്ചു പായാണ്. സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ റൗണ്ട് ചെയ്യും. അവൻ അവരെ അറഞ്ചം പുറഞ്ചം തല്ലി ദൂരേക്ക് തെറിപ്പിച്ച് ഒരു ബെല്ലിന്റെ അടുത്തെത്തും. അതിനുശേഷം അറഞ്ചം പുറഞ്ചം ആ ബെല്ല് അവൻ ഒരുപാട് നേരം അടിക്കും. പിന്നീട് വൈറ്റ് ബിയർഡും എയ്സും അവർ മരിച്ചു കിടന്നിരുന്ന ആ ഒരു ഭാഗത്ത് വന്ന് അവൻ പൂ സമർപ്പിക്കും. റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ അത് അറഞ്ച പുറഞ്ച ഫോട്ടോസ് എടുക്കും. ആക്ച്വലി ഈ ഒരു ഫോട്ടോ ആണ് പത്രത്തിൽ അടിച്ചു വന്നത്. പിന്നീട് വീണ്ടും ചാടി ഓടി ആ നേവിക്കാരെ വെട്ടിച്ച് ലൂഫി മുൻപോട്ടേക്ക് കുതിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. ആ നേവിക്കാരനാണെങ്കിൽ ആ ന്യൂസ് റിപ്പോർട്ട് അതങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറയും, ലൂഫി വീണ്ടും ഈ നേവി ബേസിലേക്ക് എത്തി അവന്റെ ചേട്ടനും വൈറ്റ് ബിയർഡിനും മരിച്ചുപോയ പൈററ്റ്സിനു വേണ്ടിയും അഞ്ജലി അർപ്പിച്ചു. പക്ഷെ അവൻ ആ ഒരു ബെല്ല് അത് ഒരു തവണയല്ല 2 തവണയല്ല മറിച്ച് 16 തവണ അടിച്ചു. കട്ട് ചെയ്ത ഇവിടെ മാർക്കസും ആളുടെ ടീമും അവരും ഇപ്പൊ ലൂഫിയെ കുറിച്ചും ജിംബയെ കുറിച്ചും റെയിലെ കുറിച്ചും ആയിരിക്കും സംസാരിക്കുക. മാത്രമല്ല 4 എംബറേഴ്സിൽ ഇപ്പൊ വെറും 3 എംബറേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനുവേണ്ടി കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ കൂടെ കണ്ടെത്തണം. ഓൾറെഡി ആ ബ്ലാക്ക് ബിയർഡ് ഒരു എംബറർ ആവണമെന്ന് പറഞ്ഞാണ് ഈ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്നത്. ബാക്കിയുള്ള 3 എംബറേഴ്സ് അവരുപയോഗിച്ച് ആ ബ്ലാക്ക് ബിയർഡിനെ എങ്ങനെയെങ്കിലും തടയണമെന്ന് അവരൊരു തീരുമാനം എടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ചീഫ് കമാൻഡറിനെ കാണിക്കും. ആളാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇത്രയും കാലവും നേവിയിലുണ്ടായിരുന്ന വൈസ് അഡ്മിറൽ കാർപ്പ് ആളിപ്പോ റിസൈൻ ചെയ്യാൻ പോവാണ്.
ആക്ച്വലി ഈ ഒരു കമാൻഡറും കാർപ്പും ഒക്കെ ചേർന്നാണ് കോൾഡി റോജറിന്റെ പൈററ്റ് എറയിൽ നിന്ന് ഇത്രയും കാലവും ഈ ലോകത്തെ പ്രൊട്ടക്ട് ചെയ്തത്. അപ്പൊ കറക്റ്റ് ടൈമിൽ സെൻഗോക്കുവും ആളും അവിടേക്ക് എത്തി ഞാനും റിസൈൻ ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യം അറിയിക്കും. കമാൻഡറിനാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. ഓൾറെഡി ഇപ്പൊ ഇമ്പിൾ ടവറിൽ നിന്ന് ഒരുപാട് പ്രിസണേഴ്സ് രക്ഷപ്പെട്ട് കഴിഞ്ഞു. ഒരു പുതിയ പൈററ്റ് എറ അത് സ്റ്റാർട്ടാവാൻ പോവാണ്. ഇതിനെല്ലാം ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുന്ന ചിന്തിച്ച് ആളങ്ങനെ ഷോക്കായിട്ടിരിക്കും. സെൻഗോക്കു ആണെങ്കിൽ ഇപ്പൊ ആളിന് പകരം അവക്കിജിയെ സജസ്റ്റ് ചെയ്യും. ഉടനെ അവക്കിജി ആള് വമ്പം പോസിൽ അവിടേക്ക് വരികയാണ്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നേവി ബേസിന്റെ മെഡിക്കൽ സെന്റർ കാണിക്കും. അവിടെ ആണെങ്കിൽ ഒരുപാട് സോൾജേഴ്സ് പരിക്കൊക്കെ പറ്റി കിടക്കുകയാണ്. ചിലരുടെ നില വളരെ ക്രിട്ടിക്കലാണ്. അപ്പൊ ദൂരെ ആയിട്ട് നമ്മുടെ കണ്ണാടി പയ്യൻ, അവന്റെ ബോഡിയിലും കുറച്ച് പരിക്കൊക്കെ ഉണ്ട്. കൂടുതൽ ആൾക്കാരും ലൂഫിയുടെ ഹോക്കി പവറിലാണ് സാഷ്ടാംഗം പ്രണമിച്ച് താഴെ വീണത്. കണ്ണാടിപ്പയ്യനാണെങ്കിൽ അടിയൊക്കെ കിട്ടിയതിനു ശേഷം ഇപ്പൊ എന്തൊക്കെയോ വല്ലാത്തൊരു സ്ട്രെങ്ത് ഉണ്ട്. ഇനി എന്നെ കൊണ്ടും പലതും കഴിയും. കുറച്ചുകൂടെ നന്നായിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്താ എനിക്കും പല കാര്യം ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങും. ഉടനെ അവക്കിജി ആണെങ്കിൽ ഇപ്പൊ അവിടേക്ക് വരികയാണ്. ചില കമാൻഡേഴ്സ് ഒക്കെ അവക്കിജിയോട് സോറി പറയാനായിട്ട് തുടങ്ങും. ഐ എം സോറി, ഞങ്ങളെ കൊണ്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങളൊരല്പം കൂടെ കെയർഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നേവിക്ക് ഇത്രയും ലോസ് ഉണ്ടാവില്ലായിരുന്നു. അതിന് അവക്കിജി പറയും കുഴപ്പമൊന്നുമില്ല, ഏതായാലും യുദ്ധം അവസാനിച്ചല്ലോ. അങ്ങനെ അവ ക്യാഷ്വലായിട്ട് ന്യൂസ് പേപ്പർ ഒക്കെ എടുത്ത് വായിക്കുമ്പോഴായിരിക്കും ലൂഫി വീണ്ടും മറൈൻ ഫോർഡിലേക്ക് വന്ന ആ ന്യൂസ് കാണാം. അവക്കിജി ആണെങ്കിൽ ഒരു സെക്കൻഡ് ആ ന്യൂസ് വായിച്ച് ഷോക്കാവും. ഓൾറെഡി ലൂഫി രക്ഷപ്പെട്ടു പോയ കാര്യം തന്നെ അവന് വിശ്വസിക്കാനായിട്ടില്ല. അതും പോരാഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ മറൈൻ ഫോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടനെ സ്മോക്കർ അവിടേക്ക് വന്ന് അവക്കിജിയോട് കാര്യമായിട്ട് സംസാരിക്കും. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ ആവശ്യമാണ് C5ലേക്ക്. അവക്കിജി ഷോക്കായിട്ട് യു ആർ അൺബിലീവബിൾ, അവിടേക്ക് തന്നെ നിനക്ക് ട്രാൻസ്ഫർ വേണം അല്ലേ? അത് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എപ്പോഴും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. അവിടേക്ക് പോകുന്നത് അത് നിന്റെ ജീവന് പോലും വലിയ ആപത്തായേക്കാം. പക്ഷെ സ്മോക്കറിനാണെങ്കിൽ അതിലൊന്നും യാതൊരു വിഷയവുമില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ന്യൂ വേൾഡിലുള്ള യൂസ്റ്റസിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ ന്യൂസ് അറിഞ്ഞ് ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. മാത്രമല്ല ആ നേവി ബെല്ലില് 16 തവണ അടിച്ചു എന്നുള്ള ന്യൂസ് കൂടെ കാണുമ്പോ അവനത് വിശ്വസിക്കാൻ തോന്നില്ല. അപ്പൊ അവന്റെ ക്രൂമേറ്റ്സ് അവര് പറയും നടന്നതൊക്കെ സത്യം തന്നെയാണ്. ആക്ച്വലി അതൊരു ഹോളി ബെല്ലാണ്. ആക്ച്വലി അവൻ അടിച്ച 8 ബെല്ല് അത് കഴിഞ്ഞു പോയ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. പിന്നീട് അടിച്ച 8 ബെല്ല് അത് വരാൻ പോകുന്ന പുതിയ പൈററ്റ് എറയെ സൂചിപ്പിക്കുന്നതാണ്. നേവിക്കാർ ഉറപ്പായാലും അതൊരു യുദ്ധത്തിനുള്ള പുറപ്പാടാണെന്ന് മാത്രമേ കരുതാൻ ചാൻസ് ഉള്ളൂ. മാത്രമല്ല നേവിക്കാരാണ് യുദ്ധത്തിന് മുൻപ് ആ ബെല്ല് അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് ചുറ്റും നോക്കും. അപ്പോഴാണെങ്കിൽ വലിയൊരു ക്രീച്ചർ അവരെ തന്നെ നോക്കുകയാണ്. പക്ഷെ അതാണെങ്കിൽ പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യില്ല. അതേസമയം ഇവരാണെങ്കിൽ ഒരു പൈററ്റ് ടീമിനെ തന്നെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു മാഫിയ ഡോണിനെ കാണിക്കും. അവരും ഇപ്പൊ ലൂഫിയുടെ ന്യൂസ് ഒക്കെ വായിച്ച് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുകയാണ്. മെയിൻ ക്യാപ്റ്റൻ പറയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ ആക്ച്വലി ഒരു ശിക്കാരി ശംഭുവാണ്. നമുക്കവൻ ഒരു ഇരയെ അല്ല എന്ന് പറയുമ്പോഴേക്കും അവരുടെ കപ്പല് അതങ്ങനെ ഫ്ലൈ ചെയ്ത് ഒരു പാറയിൽ പോയി ആഞ്ഞടിച്ച് താഴേക്ക് വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബ്രൗൺ ബിയർഡിനെയും ഹോക്കിൻസിനെയും കാണിക്കും. അവരാണെങ്കിൽ 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഹോക്കിൻസ് പറയും ബ്രൗൺ ബിയർഡ് നീ ഇവിടെ തന്നെ മരിക്കാനായിട്ട് പോവാണ്. അത് കേട്ട് ബ്രൗൺ ബിയർഡ് അവൻ മുകളിലേക്ക് നോക്കും. എന്തോ ഒരു സാധനം വന്ന് അവനെ ആഞ്ഞടിച്ച് അവന്റെ കാറ്റ് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ മാറ്റ് മാഗിന്റെ കപ്പൽ കാണിക്കും. അവരാണെങ്കിൽ ഏതോ ഒരു ഐലാൻഡ് ലക്ഷ്യമാക്കി പോവാണ്. അപ്പൊ ദൂരത്തായിട്ട് കടലിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് വമ്പ ഫോഴ്സില് ലൈറ്റ്നിങ് അടിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണും. അപ്പൊ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ചെറിയ കപ്പല്, അതിനകത്താണെങ്കിൽ ഒരു വയസ്സായ അമ്മൂമ്മ. അവര് പതിയെ തലയൊക്കെ പുറത്തേക്കിട്ട് നിനക്ക് ബ്ലാക്ക് അംബർല വേണോന്ന് അവനോട് ചോദിക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ ആ യൂസ്റ്റസിന്റെ അടുത്ത് ആ പൈററ്റ്സ് ടീം അവര് കെഞ്ചാണ്, പ്ലീസ് ഞങ്ങൾ വെറുതെ വിട്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ന്യൂ വേൾഡിൽ നിന്ന് തിരികെ പോകണം. ഇവിടെ ഇരുന്ന ഉറപ്പായാലും മരണം അത് നിശ്ചയമാണ്. പക്ഷെ യൂസ്റ്റസ് ആണെങ്കിൽ ഒരു കരുണയും കാണിക്കാതെ അവന്റെ ആയുധങ്ങൾ മുഴുവൻ കളക്ട് ചെയ്ത് വലിയൊരു കൈ ഉണ്ടാക്കി ആ പൈററ്റ്സ് ടീമിനെ അവരങ്ങനെ തല്ലി തല്ലി കൊല്ലുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.